പൂജയും ഈ ചോദ്യം തന്നെ ചോദിച്ച. അതിനവളെ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. ആരാണേലും സംശയിച്ചു പോകും. കഴിഞ്ഞ നിമിഷം വരെ അവളുടെ തല ചാടി പറിക്കാൻ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ലോക്യം കാണിച്ച ആർക്കാ ഡൗട്ട് അടിക്കാത്ത? അല്ല, എന്താ നിന്റെ ഈ കോംപ്രമൈസിന്റെ ലക്ഷ്യം? എന്ത് ലക്ഷ്യം? എനിക്കൊരു ലക്ഷ്യമില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ ഇങ്ങനെ പരസ്പരം കലഹിച്ചു കഴിഞ്ഞത് ശരിയില്ലെന്ന് എനിക്ക് തോന്നി. പൂജ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ വന്ന് സംസാരിച്ചു. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? ഒരു തെറ്റും ഇല്ല, ശരി മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നാത്തൂനോട് ഇത്ര പെട്ടെന്ന് ലോക്യം കൂടല് കഴിഞ്ഞോ? ഇനി എപ്പോ ആണെങ്കിലും പറയാലോ, അല്ലേ മോളെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിക്കടി അവിടെ. എന്താ മുത്തശ്ശി? നിന്റെ കയ്യിലെന്താ? കയ്യിലോ? എവിടെ? ഒന്നുമില്ലല്ലോ. ഈ കയ്യിലല്ല, മറ്റേ കയ്യില്. അതെ, മറ്റേ കയ്യിലൊന്നുമില്ലല്ലോ. രണ്ട് കൈയും കൂടെ ഇങ്ങോട്ട് നീട്ടറേ. എന്താടി നീട്ടാനൊരു താമസം? നീട്ടി നീട്ടി. കൈ നിവർത്തി പിടിക്കടി. നിവർത്തടി. അപ്പൊ ഇതോ? എന്താടി ഇത്? ചോദിച്ച കേട്ടില്ല എന്താന്ന്? മോതിരം. അത് മനസ്സിലായി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നോ? അത് പിന്നെ പൂജ തന്നതാ. പിന്നെന്തിനാ നീ ഇത് ഒളിപ്പിച്ചു വെച്ചത്? അത് പിന്നെ മുത്തശ്ശി വഴക്ക് പറയുന്നു വിചാരിച്ചിട്ടാ. അപ്പൊ നിനക്കത് അറിയാം, കാണിച്ചത് തെറ്റാന്നും ഞാൻ വഴക്ക് പറയുമെന്നും. ഇങ്ങോട്ട് കൊണ്ട്. അയ്യോ, സത്യമായിട്ട് മുത്തശ്ശി എനിക്കിത് പൂജ തന്നതാ. ഇങ്ങോട്ട് തരേ. ഇങ്ങോട്ട് വിട്ടെ മുത്തശ്ശി. ദൈവമേ, അത് മുത്തശ്ശി ഞാൻ ചേച്ചിക്ക് കൊടുത്തതാ. ആരോട് ചോദിച്ചിട്ട്? നിനക്ക് ഞാൻ വാങ്ങി തന്നത് നിന്റെ കയ്യിലിടാനാ, അത് വേറൊരാൾ കൂരി കൊടുക്കാനുള്ളതല്ല. മുത്തശ്ശി, ഞാൻ വേറെ ആരല്ലോ, ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്ക് വേറെ മോതിരം തന്നത്. ഇത് പൂജമോളുടെ പേരും നാളും പറഞ്ഞ് ജപിച്ച മോതിരവാ. ഇത് ഇവളുടെ കയ്യിൽ തന്നെ കിടക്കണം. മാറിയിട്ട ദോഷവാ രണ്ടുപേർക്കും. ഇനി ഇത്തരം വിവരക്കേട് ഇവിടെ ആരും കാണിച്ചു പോവരുത്. പ്രശ്നം തീർക്കുന്നതും സ്നേഹം കാണിക്കുന്നതും കയ്യിൽ കിടക്കുന്ന രക്ഷാകവചം ഊരി കൊടുത്തിട്ടാണോടി? ഇതെന്തിനുള്ള മോതിരമെന്ന് നിനക്കറിയാവോ? നിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് പൂജിപ്പിച്ചെടുത്ത മോതിരവാ. ഇനി മേലാൽ ഇത് നിന്റെ കയ്യിൽ നിന്ന് ഊരിയെന്ന് ഞാൻ അറിഞ്ഞ സത്യമായിട്ടും പൂജ നീ എന്റെ കയ്യിൽ നിന്ന് നല്ല കിഴുക്ക് വാങ്ങിക്കും. ഇതാ വിരലിലിട്. എവിടെ നിന്റെ കയ്യിൽ കിടന്ന മോതിരം? അതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്കും ബാധകമാ. അവനവന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് അവനവന്റെ ആവശ്യമാ. അത് നീയും മറന്നു പോകരുത്. എന്നാ മിഴിച്ചു നിൽക്കാതെ പൊയ്ക്കോ. ശരി പൂജ, പിന്നെ കാണാം. കഷ്ടം. ശത്രുക്കൾ പെട്ടെന്ന് മിത്രങ്ങളാകുമ്പോഴും മിത്രങ്ങൾ പെട്ടെന്ന് ശത്രുക്കളാകുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അവരുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താന്ന് കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇപ്പൊ മോൾക്ക് മനസ്സിലായല്ലോ മോതിരത്തിന്റെ ശക്തി. അതാ അവളുടെ രക്ഷാകവചം. കണ്ടില്ലേ, അത് നമുക്ക് അടിച്ചു മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ആ സമയത്ത് മുത്തശ്ശി വന്ന് ഇടംകൊലിട്ടത് കണ്ടില്ലേ? അതാണ് എന്റെ ശക്തി. ഒരു പരുവത്തിൽ ഞാനത് ഊരി വാങ്ങിച്ചതാ. ഒറ്റ സെക്കൻഡ് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത്.
നേരത്ത് മുത്തശ്ശി വന്നില്ലായിരുന്നെങ്കിൽ വരുമല്ലോ, അതാണല്ലോ മോതിരത്തിന്റെ പവർ. അവളെ വിട്ടത് ഒരിക്കലും പോവില്ല. ശ്ശോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴിയൊക്കെ ഉണ്ട്, പക്ഷേ മോൾ എന്റെ കൂടെ നിക്കണം. ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുകയല്ലേ. ഇങ്ങനെ നിന്നാ പോരാ. പിന്നെ ഒരു അപകടഘട്ടം വരുമ്പോ എന്നെ തള്ളി പറയരുത്. അത് ഈ നിമിഷം വരെ ഞാൻ ചേച്ചി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, പക്ഷെ ഇനി പറയരുത്. അത്രയ്ക്ക് ഭീകര പ്രവർത്തനമാണ് ഞാൻ നടത്താൻ പോകുന്നത്. അതെന്തുവാ? ഞാൻ കേറിയതങ്ങ് മോഷ്ടിക്കാൻ പോവാ. മോഷ്ടിക്കാനോ? ആ, വേറെ വഴിയില്ല. അവള് കുളിക്കാൻ പോകുമ്പോ മാലയും വളയും മോതിരവും ഒക്കെ ഊരി വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതുണ്ടാവും തോന്നില്ല. അതെന്താ? ചത്താലും ആ മോതിരം ഊരാ പാടില്ലെന്നാ മുത്തശ്ശിയുടെ കൽപ്പന. കൽപ്പനയൊക്കെ അവിടെ കിടക്കും. ഓരോരുത്തർക്കും ഓരോ ശീലമാ. അവളുടെ ശീലം എനിക്കറിയാം. അവള് കുളിക്കുമ്പോ ഇന്ന് വരെ ആഭരണങ്ങളിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് അവള് കുളിക്കുന്നത് ചേച്ചി എപ്പോഴാ കണ്ടേ? അവള് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവള് കുളിക്കുമ്പോൾ അവൾ ഊരിവെച്ച ആഭരണങ്ങൾ പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ആ വഴി തന്നെ നോക്കല്ലേ. സംശയം എന്താ? മോള് ധൈര്യമായിട്ടിരിക്കെ. ആ മോതിരം ഞാൻ അടിച്ചു മാറ്റിത്തരാം. കുഴപ്പമാവോ ചേച്ചി? കുഴപ്പമാവണം. ഇല്ലേ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും. മോള് വാ, അവക്ക് നീരാടാനുള്ള സമയമായി. വാ മോള്. വാ ഇങ്ങോട്ട്. മോള് ദേ ഇവിടെ നിൽക്കണം. എന്നിട്ട് ആരെങ്കിലും വന്നാൽ എനിക്ക് സിഗ്നൽ തരണം. എന്ത് സിഗ്നലാ ചേച്ചി? മോൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും സിഗ്നൽ പറ. അത് പിന്നെ കോഴി കൂവുന്ന സിഗ്നൽ. അത് മോക്കറിയാവോ? പിന്നെ അത് കാണിച്ചല്ലേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മിമിക്രിക്ക് ഫസ്റ്റ് വാങ്ങിച്ചേ. ആണോ? അടിപൊളി, സൂപ്പർ. മതി മോളെ. അവൾ കുളിച്ചു തുടങ്ങി. മോൾ ഇവിടെ നിന്നു. അതെ, കോഴി കൂന്ന ശബ്ദം തന്നെയല്ലേ? ഒന്ന് കേൾപ്പിച്ചേ. അതൊക്കെ ഞാൻ സമയമാകുമ്പോ കേൾപ്പിച്ചോളാം. ചേച്ചി ധൈര്യം അടിച്ചല്ലേ? ഓക്കേ.